ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മണി വ്യൂ ആപ്ലിക്കേഷനകത്തു നിന്ന് നമുക്ക് ഓട്ടോ ഡെബിറ്റ് എന്നുള്ള ഓപ്ഷൻ എങ്ങനെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. ഓട്ടോ ഡെബിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമുക്ക് മണി വ്യൂ ആപ്ലിക്കേഷനകത്തു നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോ ഡെബിറ്റും കാര്യങ്ങളെല്ലാം എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിനകത്ത് ക്യാഷ് ട്രാൻസ്ഫർ ആവും. നമുക്ക് ലോൺ അപ്രൂവ് ആകാൻ കാര്യങ്ങളെല്ലാം ഈ സ്റ്റെപ്പെല്ലാം അതിൽ കൂടെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ലോൺ അപ്രൂവ് ആയി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനകത്തോട്ട് പൈസ വന്നതിന് ശേഷം നമുക്ക് ഈ മണി വ്യൂ ആപ്ലിക്കേഷനകത്ത് കയറിയിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് മണി വ്യൂ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. മണി വ്യൂ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് NACH എന്നുള്ളൊരു ഇതുണ്ട് നമുക്ക് ബാങ്കുമായിട്ട് ഓട്ടോ ഡെബിറ്റും കാര്യങ്ങളും. അപ്പോൾ ആ NACH എന്നുള്ളൊരു ആ ഭാഗമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് എടുത്തേക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നൊരു സർവീസ് ചാർജ് നമ്മുടെ ഈ എമൗണ്ട് അല്ലാതെ, അതായത് നമ്മുടെ ലോൺ എമൗണ്ട് അല്ലാതെ സർവീസ് ചാർജ് ഈടാക്കും. എൻ്റെ കയ്യിൽ നിന്ന് ഒരു 118 രൂപ പോയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് പോയത്. അപ്പോൾ സെക്കൻഡ് ടൈമിൽ, അതായത് രണ്ടാമത്തെ ബില്ല് വരുന്ന സമയത്തും ഇതുപോലെ ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. രണ്ടാമത്തെ മാസത്തിലോട്ട് ഞാൻ കടന്നിട്ടില്ല. അപ്പോൾ നമുക്കത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പറ്റുന്നത് ഒരു മാസത്തിന് മുമ്പ് തന്നെ ഈ ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മൾ കയ്യിൽ നിന്ന് പൈസ പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ മണി വ്യൂ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ 3 ലൈൻസ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പേഴ്സണൽ ലോൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓട്ടോ ഡെബിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴേക്ക് വരിക. താഴേക്ക് വരുന്ന സമയത്ത് ചാറ്റ് വിത്ത് അസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി ചാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞേക്കുന്നത് ഹലോ പ്ലീസ് ഹോൾഡ് മൈ ഓട്ടോ ഡെബിറ്റ് എന്നുള്ളത് ഞാൻ ഒരു മെസ്സേജ് അങ്ങോട്ട് ഇട്ടു. അപ്പോഴത്തേക്ക് അവർ തിരിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഒരു ഡേറ്റ് ചോദിക്കുന്നു. സെലക്ട് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓട്ടോ പേ ഹോൾഡ്. അതായത് നമ്മളുടെ ഓട്ടോ പേ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കൊരു ഡേറ്റ്, നമുക്ക് ഈ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റർ ഡേറ്റ് എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് അവിടെ ഡേറ്റ് കാര്യങ്ങളെല്ലാം കാണിക്കും. അപ്പോൾ നമുക്ക് എത്രാം തീയതിക്കകത്ത്, 30-ാം തീയതി ആണെങ്കിൽ 30-ാം തീയതി, അടുത്ത മാസത്തിലോട്ട് പോകാതെ നമുക്ക് അത് തൊട്ട് മുമ്പ് ഉള്ള ഒരു 30-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് അങ്ങനെ എന്തെങ്കിലും ഇടും. അപ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു മെസ്സേജ് വരും. ഇതിപ്പം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വരും, ഒരു മെസ്സേജ് വരും. പിന്നെ വാട്സപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ നമ്പറാണെങ്കിൽ വാട്സപ്പിനകത്ത് ഒരു മെസ്സേജ് വരും. അപ്പോൾ നമുക്ക് അവിടെ പേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമുക്കത് ഗൂഗിൾ പേ വഴി പേ എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഗൂഗിൾ പേക്ക് അകത്തോട്ട് പോയി നമുക്ക് പേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ വരും. അപ്പോഴത്തേക്ക് ഇൻ ഓർഡർ പ്രോസസ് ഹെൽപ്പ് റീസൺ ഇത് ഓട്ടോ പ്ലേ ഹോൾഡ് ബൈ ടൈപ്പ് ബിലോ സർവീസ് ഫീസ് ഡെബിറ്റഡ് ഇൻ മൈ അക്കൗണ്ട് സർവീസ് ഫീസ് ഡെബിറ്റഡ് ഇൻ മൈ അക്കൗണ്ട്. അതായത് അവർ നമ്മൾ അതായത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഡെബിറ്റ് അത് ക്യാൻസൽ ചെയ്യാനുള്ള കാരണം എന്തെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് കൊടുത്തേക്കുന്ന മറുപടി സർവീസ് ഫീസ് ഡെബിറ്റഡ് ഇൻ മൈ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത്. അപ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് പൈസ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടാണല്ലോ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്കൊരു റീസൺ, നിങ്ങൾക്ക് എന്തെങ്കിലും റീസൺ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി, റീസൺ കൊടുക്കുക. അതിനുശേഷം ഇവിടെ യു ആർ എലിജിബിൾ ഫോർ ഓട്ടോ പേ ഓൺ ഹോൾഡ് പ്ലീസ് റൈസ് എ ടിക്കറ്റ് സോ വാട്ട് വി ക്യാൻ ഹെൽപ്പ് യു ഫർദർ. അപ്പോൾ റൈസ് എ ടിക്കറ്റ്, അതായത് നമ്മളൊരു അപേക്ഷ കൊടുക്കുന്നതായിട്ടുള്ള ആ റൈസ് എ ടിക്കറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപേക്ഷ ഓക്കെ ആവും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 1-2 ദിവസത്തിനകത്ത് ഇതെല്ലാം ഓക്കെ ആവും. ഇപ്പം ഞാനിതിൽ റൈസ് എ ടിക്കറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നില്ല. നിങ്ങളത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് എനേബിൾ ആവുകയുള്ളൂ. ഇപ്പം ഞാൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സ്കോറില്ലേ, നമ്മൾ ബാങ്കുമായിട്ടുള്ള ക്രെഡിറ്റ് സ്കോറും സിവിൽ സ്കോറും ഒന്ന് തന്നെയാണ്. സിവിൽ സ്കോർ എന്നുള്ളത് നമുക്ക് കുറയില്ല. നമുക്ക് എത്രയാണോ ഇപ്പോൾ സിവിൽ സ്കോർ ഉള്ളത്, ഇപ്പോൾ നമുക്ക് 700-ന് മേളിലുണ്ടെങ്കിൽ മാത്രമേ ഈ അക്കൗണ്ടിനകത്ത് ഈ മണി വ്യൂ എന്നുള്ളൊരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇപ്പോൾ എത്രയാണോ സിവിൽ സ്കോർ അത് കീപ്പ് ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ചെറിയ ഒരു മാറ്റമൊക്കെ ഈ ലോൺ അടച്ച് തീരുമ്പോഴത്തേക്ക് വരും. ഇപ്പം നമ്മളിപ്പോൾ ഓട്ടോ ഡെബിറ്റ് ഇട്ടിരുന്നാൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ കൂടും. ഒരു 25% എങ്കിലും ഒരു ക്രെഡിറ്റ് സ്കോർ കൂടും. എനിക്ക് ക്രെഡിറ്റ് സ്കോറിൽ ചെറിയ ഇടിവ് വന്നപ്പോഴത്തേക്ക് 840 ഉണ്ടായിരുന്നത് 756 പോയി. എന്താണ് കാരണം എന്നറിയില്ല. അങ്ങനെ അപ്പോൾ അതെനിക്കൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ലോൺ എടുത്തത്. അപ്പോൾ നമുക്ക് സിവിൽ സ്കോറൊക്കെ കൂട്ടണമെങ്കിൽ നമുക്ക് ഓട്ടോ ഡെബിറ്റ് ക്യാൻസൽ ചെയ്യേണ്ട, ഓട്ടോ ഡെബിറ്റ് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാശൊക്കെ പോകുന്നത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ഈ ഓട്ടോ ഡെബിറ്റ് എന്നുള്ളത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാലും മതി, ഞാൻ കറക്റ്റായി റിപ്ലൈ തരാം. ഓക്കെ.